അങ്ങനെ ഞാനും അമ്മയും കൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ഗുരുപുരത്തെ വായനശാലയുടെ അവിടെ എത്തി. അവിടുന്ന് കുറച്ചുകൂടെ നടക്കുമ്പോൾ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി പോകാൻ വേണ്ടി പോവാണ്. അമ്മ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത് കേട്ടോ. ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ബസ്സിൽ കയറി പോകുന്നത് ഒരു കല്യാണത്തിനാണ് കേട്ടോ. അപ്പം നിങ്ങളും വായോ, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ കായപ്പുറത്ത് വന്നിരിക്കുകയാണ്. കായപ്പുറത്ത് കല്യാണത്തിന് വേണ്ടി വന്നതാണ്. അപ്പം ഇവിടെ മൈക്കിൽ അമ്പലത്തിൽ ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദമാണ് കേട്ടോ, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, ഭയങ്കര സൗണ്ടാണ്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കായപ്പുറം CMS സ്കൂളിൻ്റെ അവിടെ എത്തി. ഇത് നമ്മുടെ വീടിനടുത്തുള്ള അജി ചേച്ചി എന്ന് പറയുന്നൊരു ചേച്ചിയുടെ മോടെ കല്യാണമാണ്. അപ്പോൾ കായപ്പുറത്ത് വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ആ സമയത്ത് തന്നെ എത്തി. അപ്പം മാലയിടൽ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പുറകിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ക്യാമറാമാന്മാരുടെയൊക്കെ ഏറ്റവും ബാക്കിലായിരുന്നു ഞാൻ. അപ്പം അവിടെ നിന്ന് എടുക്കാൻ ശരിക്കും പറ്റത്തില്ല, തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു ലളിതമായ രീതിയിലുള്ള ഒരു ചടങ്ങും ഒരു കല്യാണമായിരുന്നു. വലിയ ആർഭാടമൊന്നുമില്ല, ഒരു സാധാരണ രീതിയിലുള്ള കല്യാണമാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല കല്യാണമായിരുന്നു. ചെറുക്കനും പെണ്ണും കാണാൻ കൊള്ളാം, കുഴപ്പമില്ല. കല്യാണം വളരെ ലളിതമായിട്ടുള്ള രീതിയിലായിരുന്നു, അതുകൊണ്ട് തന്നെ കാണാനും കുഴപ്പമില്ല. ഞാൻ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. അത് കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും പ്രദർശനം വെച്ചിട്ട് അവർ തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ ഇത് അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തുന്നൊരു കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും പുറകിലാണ് നിന്നത്, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ശരിക്കും പറ്റിയില്ലായിരുന്നു. ഫ്രണ്ടിലോട്ട് കയറി ചെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നിന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതേ പെണ്ണും ചെറുക്കനും അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോകുന്നൊരു ഭാഗമാണ്, അത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ വലിയൊരു ഭക്തനാണ്. ശ്രീനാരായണ ഗുരുസ്വാമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഗുരുസ്വാമിയുടെ ഒരു വീഡിയോ എടുത്ത് പിന്നെ വന്നിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇലക്ക് മുമ്പിൽ പപ്പടവും പഴവും ഒക്കെ കൊണ്ടുവച്ച് മറ്റേ ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് ചോറും വന്ന്, അപ്പോൾ അത് കഴിച്ച് പിന്നെ ഇവരുടെ വീടിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പാതിരാമണൽ കാണാൻ പറ്റും. അപ്പോൾ പാതിരാമണൽ ആ കൂട്ടിയിട്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും, പക്ഷേ അത് കക്കയാണ് കേട്ടോ. കക്ക നമ്മൾ കക്കയിറച്ചി തിന്നത്തില്ല, അതിൻ്റെ തോടാണത്. അത് നിറയെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം. അത് പാതിരാമണലാണ് കേട്ടോ. അത് ആ കാട് പിടിച്ച് കിടക്കുന്ന ആ ഒരു സ്ഥലം നമുക്ക് ദൂരം നോക്കുമ്പോൾ, ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. കറക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ കുറേ മരമൊക്കെ ഉണ്ട്, കാട് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് പാതിരാമണലാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ വേറെ വഴിയേ പോകാനൊക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പാതിരാമണൽ കാണാൻ പറ്റും. പക്ഷേ നിങ്ങളത് അടുത്തോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ S24 അൾട്രാ പോലുള്ള ഫോണൊന്നും അല്ല, ഞാൻ അതുകൊണ്ട് സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇനി ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോകുമ്പം നിങ്ങളെ കാണിച്ചു തരാം ആ സ്ഥലം. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പാതിരാമണലിൽ പോയിട്ടൊരു വീഡിയോ ചെയ്യാം, എന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയതൊക്കെ ബസ്സിനായിരുന്നു, തിരിച്ചു വന്ന ഒരു ചേച്ചിയുടെ കാറിലാണ്. അപ്പോൾ ഇത് വെറുതെ എടുത്തൊരു സെൽഫി വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ചേച്ചിയുടെ കൂടെ ആയിരുന്നു തിരിച്ചിങ്ങോട്ട് പോകുന്നത്, കാറിലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി പറ്റി. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ അവിടെയുള്ള കായലാണ്, നല്ല വലിയ കായലാണ്. ഇവിടെ നോക്കിയാൽ പാതിരാമണലും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് കൂട്ടാക്കി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.